നമുക്ക് കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കിരണിന്റെ കല്യാണിയെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുമ്പോഴത്തേന് കല്യാണിക്ക് മനസ്സിലായി അത് വിക്രത്തിന്റെ കൂട്ടുകാരൻ പൈസ എന്നുള്ള കാര്യം. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഇതവനാണ് ആ പൈസ, അവന് ഒരു കൊടും ക്രിമിനലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കല്യാണി നീ സൂക്ഷിക്കണം, നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവൻ വന്നിരിക്കുക. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അവനെ പേടിച്ച് ഞാൻ മാളത്തിൽ പോയി ഒളിച്ചിരിക്കണം എന്നാണ് കിരണേട്ടൻ പറയണേ. ഇവനെ എനിക്ക് മുമ്പ് അറിയാവുന്ന, ഇവന്റെ കൊടുക്രൂരതകളൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് ഇവന്റെ പിടിയിൽ നിന്ന് ഞാൻ വിക്രത്തിനെ രക്ഷിക്കാൻ പലവട്ടം ശ്രമിച്ചേ. അച്ഛനോടൊക്കെയെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ എനിക്ക് കുറെ ശിക്ഷ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അന്നീ പറയണ നിന്റെ അച്ഛനും അല്ലെങ്കിൽ അമ്മൂമ്മയൊക്കെ വിക്രം പറയുന്നല്ലേ കേൾക്കൊണ്ടായിരുന്നുള്ളൂ, നിന്നെ ശത്രുവായിട്ടല്ലേ കണ്ടുകൊണ്ടിരുന്നത്. അതെ, കാരണം ഇവനെല്ലാരും കൂടെ ചേർന്നിട്ടാണ് വിക്രത്തിനെ ഇങ്ങനെ ആക്കി മാറ്റിയത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, നിന്റെ അച്ഛനായ അന്നൊക്കെ വിക്രത്തിനെ രാജാവായിട്ടല്ല കണ്ടുകൊണ്ടിരുന്നേ. നീ എന്നല്ല ആര് പറഞ്ഞാലും മകനെ കുറിച്ച് എന്തേലും അപവാദങ്ങൾ പറയുന്നാന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം തള്ളിക്കളയല്ലേ ചെയ്യുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്തില്ലെന്ന് ചോദിച്ചു. കല്യാണി പറഞ്ഞു, അതെ, ഒരു പക്ഷെ അച്ഛനോ അമ്മൂമ്മയൊക്കെ നന്നായതുപോലെ തന്നെ ഇവന് നന്നാവാനായിട്ട് സമയമുണ്ടായിരുന്നു വിക്രത്തിന്. പക്ഷെ അവൻ അത് ചെയ്തില്ല. എന്നാലും കല്യാണി, എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവന് നിന്നെ കൊല്ലാനായിട്ട് വരുന്നേ? അത് പിന്നെ ചോദിക്കേണ്ട പറയേണ്ട കാര്യമുണ്ടോ കിരണേട്ടാ? വിക്രത്തെ ഇല്ലാതാക്കിയതിന്റെ പകയാ അവൻ എന്നോട് തീർക്കാൻ വരുന്നേന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവനെ വെറുതെ വിടാൻ തോന്നുന്നുണ്ടോ? അല്ല, അവനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ കല്യാണി നിനക്ക്? ഒരു കാരണവശാലും ഇല്ല. അവനെ ഞാൻ കാട്ടുമൃഗങ്ങൾക്ക് കൊടുക്കത്തുള്ളൂ. അതിനുള്ള സമയമായെന്ന് എനിക്ക് തോന്നേ. ആ പൈസ എന്ന് പറയുന്നവന് ഇത് നിന്റെ നേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് കിരൺ അങ്ങോട്ട് പോകുന്നേ. ഇതേ സമയത്ത് മനോഹറിന്റെ അടുത്തേക്ക് പ്രകാശം വന്നു. പ്രകാശം വന്നു കഴിഞ്ഞപ്പം മനോഹർ ചോദിച്ചു, അല്ല അങ്കിളിനെ കാണാനായിട്ട് കല്യാണിയാണ് വന്നേന്ന് ചോദിച്ചു. അല്ലടാ, എന്റെ മൂത്ത മകള് കാർത്തിക വന്നേന്ന് പറഞ്ഞു. കാർത്തിക അവളുടെ ഭർത്താവും കൂടെ വന്നേ. എന്നിട്ട് എടാ ഒരു കാര്യം പറഞ്ഞു, കല്യാണി ഇല്ല നോക്കിയത് ഗംഗാപ്രസാദിന്റെ ആൾക്കാരല്ല, വിക്രത്തിന്റെ കൂട്ടുകാരനാ ആ പൈസ എന്ന് പറയുന്നവനാന്ന് പറഞ്ഞു. എന്നിട്ടോ ഇനിയിപ്പോ അവൻ വരുവില്ലേന്ന് ചോദിച്ചു. അവൻ വരും, പക്ഷെ അവനിപ്പോ എവിടെയോ ഒളിവ് കഴിയുക. എനിക്ക് തോന്നുന്ന വല്ല കാട്ടിലേക്കും പോയി കാണോന്നാ. കാട്ടിലേക്കാണോ? അങ്ങനെയാണെങ്കിൽ അങ്കിള് വിഷമിക്കൊന്നും വേണ്ട. അധികം വൈകാതെ കാട്ടുമൃഗങ്ങള് അവന്റെ ശരീരം കൊത്തിവലിക്കുമെന്ന് പറഞ്ഞു. അല്ലടാ, അത് അങ്കിള് പേടിക്കൊന്നും വേണ്ട. വേലായുധനെന്ന് പറയുന്ന ഒരുത്തനുണ്ട് കാട്ടില്, അറിയാലോ. ഇതിനു മുമ്പ് ഗംഗാപ്രസാദ് ഓടിച്ചത് അങ്ങോട്ടേക്കാണ്. അങ്ങനെ ചെന്നുകൊണ്ടാണ് കല്യാണിക്കും കിരൺ സാറിനൊക്കെ വേലായുധനെ പരിചയപ്പെടാൻ പറ്റിയത്. അപ്പൊ ഇനി എന്താണെങ്കിലും അവൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിക്കോളും. ഒരു നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, അതേടാ, എന്റെ മോളെ ഇല്ലാതാക്കാനായിട്ട് അവന് ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നത്. അപ്പൊ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പരോളിന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കണം എന്ന് കരുതിയാ ഞാനിരിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യം വരില്ല അങ്കിളെ. അതിനു മുമ്പ് തന്നെ അവന്റെ കഥ തീരും. ആ കാര്യം ഓർത്തിട്ട് അങ്കിൾ ഇനി വിഷമിക്കുകയും വേണ്ട. നമ്മളകത്തായി പോയില്ലേ, പുറത്തായിരുന്നു നമുക്ക് എന്തേലും ചെയ്യായിരുന്നു. സാരമില്ല. ഇനിയിപ്പൊ അവൻ ജീവനോടെ ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി എങ്ങാനും കല്യാണിക്കെതിരെ അവൻ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ ശരീരം മൃഗങ്ങള് കുത്തിവലിക്കുന്ന ആയിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്നും ഓർത്ത് അങ്കിള് വിഷമിക്കണ്ടെന്നും പറഞ്ഞിട്ട് പ്രകാശിനെ സമാധാനിപ്പിക്കുകയാണ് മനോഹർ. ഈ സമയത്ത് കല്യാണി താരയുടെ അടുത്തേക്ക് ചെന്നു. താരയുടെ അടുത്ത് നിന്ന് താരയോട് സംസാരിക്കുന്ന സമയത്ത് താരയോട് പറഞ്ഞു, ആന്റിയുടെ മനസ്സിലെന്താ? ആന്റിയുടെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നലോ? എന്താണെങ്കിലും തുറന്നു പറ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആന്റി മുമ്പ്. ആന്റിക്ക് ആന്റിയുടെ മോളെ തിരികെ കിട്ടിക്കഴിഞ്ഞപ്പോ സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നല്ലോ. എന്തൊരു സന്തോഷത്തോടെ ആന്റി കഴിഞ്ഞിരുന്നേ. പെട്ടെന്ന് ആന്റിക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. താര ഒന്നുമില്ലെന്ന് പറയണം. പിന്നീട് താര പോയി ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ എടുത്തോണ്ട് വരുവാണ്. അങ്ങനെ അത് കല്യാണിക്ക് കൊടുത്തു. കല്യാണി പറഞ്ഞു, നല്ല ചൂടുണ്ട്, ഈ സമയത്ത് ഈ ജ്യൂസ് കിട്ടി എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാന്ന് എനിക്ക് തോന്നേ. അത് പറഞ്ഞിട്ട് കല്യാണി ആ ജ്യൂസ് മൊത്തം കുടിക്കുവാണ്. അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും താരയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്താ ആന്റി? ആന്റിയുടെ മുഖം എന്താ വല്ലായിരിക്കണേ? ആന്റിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആന്റിക്ക് എന്തോ ഒരു വലിയ വിഷമമുണ്ടെന്ന് തോന്നലോ? എന്താണെങ്കിലും ആന്റി എന്നോട് തുറന്നു പറ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. പക്ഷേ എങ്കില് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും താരയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പെട്ടെന്നാണ് കല്യാണി താഴേക്ക് മറിഞ്ഞു വീണത്. കല്യാണിയുടെ കയ്യിലിരുന്ന ഗ്ലാസ് എല്ലാം പൊട്ടിച്ചെതറി. അത് സരിയുവിന് തോന്നിയ ഒരു സ്വപ്നമായിരുന്നു. സരിയുവിന് തോന്നി തന്റെ അമ്മ ഇങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത്, അവൾക്ക് സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെ തന്നെ ആയിരിക്കും. അതൊക്കെ ഓർത്ത്
സരയു തന്റെ ക്യാബിലിരുന്ന് സ്വപ്നം കണ്ടതാണ്. സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് അധികം വൈകാതെ നടക്കും. പക്ഷെ അതിനു മുമ്പ് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം. തന്റെ വീട്ടിൽ അവൾ ചെല്ലണം. എങ്കിൽ മാത്രമേ തന്റെ അമ്മ ഇത് ചെയ്യത്തുള്ളൂ. അപ്പൊ താരയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സരയു പോന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. പിന്നീട് നേരെ പോകുന്നത് കല്യാണിന്റെ ക്യാബിനിലേക്കാണ്. കല്യാണിന്റെ ക്യാബിനിൽ ചെന്നിട്ട് സരയു കല്യാണിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കല്യാണിയുടെ. എന്താ സരയു? സരയുവിന് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഉണ്ടല്ലോ. എന്താ? അല്ല കാര്യം എന്താ? അത് അമ്മയുടെ മനസ്സിലെ എന്തൊക്കെ ഒരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് തോന്നേ അച്ഛനെ ഓർത്തിട്ടുള്ള വിഷമം തോന്നേ. ഏതച്ഛനെ? അത് പിന്നെ എൻ്റെ അച്ഛനെ. കാരണം അച്ഛൻ മരിച്ചുപോയല്ലോ. പക്ഷേ എങ്കിൽ അമ്മ അത്രയധികം അച്ഛനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ് അമ്മയ്ക്ക് ഇത്രമാത്രം മാറ്റങ്ങളൊക്കെ ഉണ്ടായി കാണാൻ തുടങ്ങിയത്. അപ്പം അതാന്ന് എനിക്ക് തോന്നുന്നേ. ആ സമയം കല്യാണം ഒന്ന് ആലോചിച്ചു. അങ്ങനെ വരുവോ? കല്യാണിക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല. കല്യാണി പറഞ്ഞു, അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സങ്കടം ആൻറ്റിക്ക് കാണുമെന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് കല്യാണി. കല്യാണി പറഞ്ഞു, ഞാൻ എന്താണല്ലോ ഒന്ന് പോയി നോക്കാം, ഒന്ന് പോയി ചോദിച്ചു നോക്കാം കാര്യങ്ങളൊക്കെ. ഒരുപക്ഷെ അതാണോ അല്ലയോന്ന് അറിയത്തില്ലോ, അപ്പം പറയുമല്ലോ സത്യങ്ങൾ എന്നൊക്കെ കല്യാണി പറഞ്ഞു. അങ്ങനെ സരയു സന്തോഷത്തോടെ കല്യാണിയെ നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. കല്യാണി ഇങ്ങനെ ആലോചിച്ചു. ഈ സമയം സരയു പോയി ഒരു വോയിസ് മെസ്സേജ് ഇട്ട് താരയ്ക്ക്. അതെ, അവൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾ വന്നു കഴിയുമ്പോൾ ഞാൻ പറയുന്ന പോലെയൊക്കെ കാര്യം നടത്തിക്കണം. നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ അങ്ങോട്ടേക്ക് വരുന്നത്. പറഞ്ഞു കേട്ടല്ലോ, എന്തെങ്കിലും വാക്കുമാറി എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല. അങ്ങനെ ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ താരയ്ക്ക് ഭയങ്കര വിഷമായി. ഈ സമയത്ത് കിരണും രതീഷും വേലുവും കൂടെ എന്ത് ചെയ്തു, വിക്രത്തിന് വേറെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെ പിടികൂടി അവരെ ഇഞ്ചതയ്ക്കെന്ന് പോലെ ചതയ്ക്കുക. എന്നിട്ടോട് സത്യം പറയടാ, എവിടെയുണ്ടാ പൈസ? അവൻ എവിടെയുണ്ടെന്ന് ചോദിച്ചു. അയ്യോ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. സത്യം പറയുന്നത് എനിക്കൊക്കെ നല്ലത്. അറിയില്ല, അവനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. കണ്ടിട്ടില്ലല്ലേ? എടാ നിന്റെയൊക്കെ ഫോൺ എന്തേന്ന് ചോദിച്ചു. അവന്മാരുടെ ഫോൺ മേടിച്ചു. ഫോൺ വാങ്ങിയിട്ട് ലോക്ക് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. ലോക്ക് മാറ്റി കൊടുത്തിഞ്ഞപ്പോൾ കിരണ അതിനകത്തുനിന്ന് പൈസ നമ്പർ എടുത്ത് വിളിക്കുകയാണ്. പക്ഷെ കോള് കിട്ടിയില്ല. എടാ അവൻ നിന്നെ വിളിക്കുമായിരിക്കും. നിന്നെയൊക്കെ അങ്ങനെ വിളിക്കണ സമയത്ത് അവൻ എവിടെയുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയണം. അല്ലെങ്കിലുണ്ടല്ലോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെയൊക്കെ ഞങ്ങൾ കാട്ടിലേക്ക് കൊണ്ടിടും. വേലു പറഞ്ഞു, അത് ഞാൻ ചെയ്തോളാം കിരൺ സാറേ. കിരൺ സാർ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇവന്മാരെ കാട്ടിക്കൊണ്ടിടാൻ ഞാൻ കാട്ടുമരങ്ങൾ കടിച്ചു തിന്നിട്ടേന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ഒരു അവസരം കൂടെ കൊടുക്കാം. തൽക്കാലത്തേക്ക് ഇപ്പം ഞങ്ങൾ പോവുക. അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിവരം അറിയിച്ചണം. അങ്ങനെ നടക്കുന്ന സമയത്ത് കിരൺ അവരോട് പറഞ്ഞു, രതീഷിനോടൊക്കെ പറഞ്ഞു, മിക്കവാറും ഇപ്പം തന്നെ ഇവന്മാരിൽ ആരെങ്കിലും ഒരാൾ അവനെ വിളിക്കാൻ ചാൻസ് ഉണ്ട് പൈസനെ. അപ്പൊ നമുക്കറിയാനായിട്ട് സാധിക്കും, അവരെ എവിടെയുണ്ടെന്നുള്ള സത്യം അറിയാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് സരയു ശാരിയെ കാണാൻ ചെന്നു. ശാരിയോട് കാര്യങ്ങളൊക്കെ പറയണം. ഇപ്പൊ തന്നെ അവള് വീട്ടിലേക്ക് എല്ലും. അപ്പൊ അമ്മ ജ്യൂസിനകത്ത് വിഷം കടത്തി കൊടുക്കുന്നൊക്കെ. അത് കേട്ടപ്പോൾ ശാരി ചോദിച്ചു, അതൊക്കെ നടക്കുന്ന കാര്യമാണ് മോളെ. ആന്തമ്മ അങ്ങനെ പറഞ്ഞേ? മോളെ, നീ അവളുടെ പെറ്റ മകള് തന്നെയാണ്. പക്ഷേ എങ്കില് കല്യാണി അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കല്യാണിക്ക് അവള് വിഷം കലർത്തി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ നിന്റെ തോന്നല് മാത്രം അമ്മേ. അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ അവരൊരിക്കലും ഞാൻ പെറ്റമ്മയായിട്ട് കരുതില്ല. നിങ്ങൾ എൻ്റെ വളർത്തമ്മയായിട്ട് കൂടും. എനിക്ക് വേണ്ടിയിട്ട് ജീവൻ കളയാൻ ഒരുങ്ങിയവളാ നിങ്ങൾ. പക്ഷെ എൻ്റെ പെറ്റമ്മ എനിക്ക് വേണ്ടിയിട്ട് കല്യാണി ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ അവളുടെ കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞു. അതായിരിക്കും ഇനി സംഭവിക്കാൻ പോന്നെ. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, മോളെ, കല്യാണി മരിച്ചാലും ഈ സത്യങ്ങളൊക്കെ കിരൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവൻ വെച്ചേക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇഞ്ചിഞ്ചായിട്ട് നിന്നെ കൊന്നു കളയത്തുള്ളൂ. ഇല്ലമ്മേ, കിരൺ അറിയാനൊന്നും പോകുന്നില്ല. അമ്മയ്ക്ക് അറിയാലോ. മനോഹരമായിട്ടൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കിരണിനേക്കാളും നല്ല രീതിയിൽ ജീവിക്കണം ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നേ. പക്ഷെ അവസാനം മനോഹറിന്റെ ചതി അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാനാണ് തകർന്നു പോയത്. അവന് നല്ലൊരു ജീവിതം കിട്ടുകയും ചെയ്തു. അവന്റെ ആൾക്കാരൊക്കെ അവനോടൊപ്പം ഉണ്ട് താനും. പക്ഷെ ഇനി അങ്ങനെയല്ല. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയാന്ന് പറഞ്ഞു. ശാരി പറഞ്ഞു, സൂക്ഷിച്ചും കണ്ടും വേണം, അല്ലെങ്കിൽ അറിയാലോ അപകടമാണ് മോളെ, എനിക്ക് നല്ല ഭയമുണ്ടെന്ന് പറഞ്ഞു. സരയെ പറഞ്ഞു, എനിക്കൊരു പേടിയില്ല അമ്മ, ധൈര്യമായിട്ടിരിക്കുക. ഇനി എന്താണെങ്കിലും അവൾക്ക് അധികം ആയുസ് ഉണ്ടാകത്തില്ല എന്നൊക്കെ ഇങ്ങനെ ശാരിയോട് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി കഥകളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.